ഇന്ന് നമുക്ക് കുട്ടികളുടെ ഫേവറേറ്റ് കുട്ടി കപ്പ് കേക്കുകൾ തയ്യാറാക്കിയെടുക്കാം. ഓവനോ ബീറ്ററോ ഒന്നുമില്ലാതെയാണ് ഞാൻ ഈ കേക്കുകൾ തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. ഒരു അരിപ്പയിലേക്ക് 1/2 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/4 കപ്പ് കൊക്കോ പൗഡർ, അതും കൂടി ഇതിലേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം. 2-3 പ്രാവശ്യം അരിച്ചെടുത്താൽ അത്രയും നല്ലതായിരിക്കും. ഇതിൻ്റെ കട്ടകളൊക്കെ ഒന്നും ഇല്ലാതെ ഈ അരിപ്പയിലൂടെ ഒന്ന് നമുക്ക് അരിച്ചെടുക്കാം. ഇതിനൊരു 3 പ്രാവശ്യം ഞാൻ അരിച്ചെടുത്തിട്ട് കൊണ്ടുവരാം കേട്ടോ. ഇതാ 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതെവിടെ ഇരിക്കട്ടെ. മറ്റൊരു ബൗളിലേക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള തൈര് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതിലേക്ക് 3/4 കപ്പ് പൊടിച്ച പഞ്ചസാര, അതും കൂടി നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും തൈരും നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതുപോലെ പതുക്കെ തന്നെ ഇതിനെ ഇളക്കിയിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ആദ്യം ഇളക്കുമ്പോൾ അത് പിരിഞ്ഞ പോലെ തന്നെ തോന്നും. നന്നായിട്ടൊന്ന് മിക്സായി വരുമ്പോൾ അത് കറക്റ്റ് ആവും കേട്ടോ. ഇതാ കണ്ടോ, തൈരും പഞ്ചസാരയും നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1/4 കപ്പ് റിഫൈൻഡ് സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഈ ഓയിലും തൈരും പഞ്ചസാരയും നന്നായിട്ടൊന്ന് മിക്സായി വരണം കേട്ടോ. ഇതേ കണ്ടോ, നമ്മളുടെ തൈരും എണ്ണയും പഞ്ചസാരയും നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ വനില എസൻസ് ആണ് കേട്ടോ. അതും കൂടി നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. വീണ്ടും എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഈ ക്രിസ്മസിന് കുട്ടികൾക്കുള്ള കേക്കുകൾ നമുക്ക് ഇതുപോലെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. 2-3 ബാച്ചുകളായിട്ട് വേണം ഇതുപോലെ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി വീണ്ടും ചേർത്ത് കൊടുത്തിട്ട് മിക്സാക്കി എടുക്കാം. ആദ്യം ചേർത്ത് കൊടുത്ത പൊടികളെല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. വീണ്ടും നമുക്ക് അടുത്ത ബാച്ച് കൂടെ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. പതുക്കെ തന്നെ ഈ ഒരു പ്രോസസ്സ് ചെയ്യണം കേട്ടോ. ഫാസ്റ്റായിട്ട് ഒരിക്കലും ചെയ്യരുത്. ഇതുപോലെ പതുക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് മുട്ടയൊന്നും ചേർക്കാത്ത കേക്കായത് കാരണം കുറച്ച് തിക്കായിട്ടാണ് ഇതിൻ്റെ ബാറ്റർ ഇരിക്കുക. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ കേക്കിൻ്റെ കപ്പുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചായ കുടിക്കുന്ന ചെറിയ ചെറിയ കപ്പുകളാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ഞാൻ എണ്ണയെല്ലാം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ബാറ്ററിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ വീതം ഓരോ കപ്പുകളിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. എല്ലാ കപ്പുകളിലേക്കും നമുക്കിതുപോലെ കേക്കിൻ്റെ ബാറ്റർ അങ്ങ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ എയർ ബബിൾസൊക്കെ പോവാനായിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എനിക്ക് 9 കപ്പ് കേക്കുകളാണ് ഈ ഒരു അളവിലുള്ള ബാറ്ററിൽ കിട്ടിയിട്ടുള്ളത്. 10 മിനിറ്റ് ഞാനിതാ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് നമ്മളുടെ കപ്പ് കേക്കുകളങ്ങ് വെച്ച് കൊടുക്കാം. കേക്കിൻ്റെ കപ്പുകളൊക്കെ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം 1 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം 30 മിനിറ്റ് നമുക്കിതിന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കാം. 30 മിനിറ്റിന് ശേഷം നമുക്ക് നോക്കാം.
അങ്ങനെ നമ്മളുടെ കേക്കുകളൊക്കെ ഇവിടെ ബേക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ 9 കപ്പ് കേക്കുകളും ഇതുപോലെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് കറക്റ്റായിട്ട് തന്നെ 30 മിനിറ്റ് എടുത്തിട്ടുണ്ട് ഇത് ബേക്കായി വരാനായിട്ട്. ഇനി നമുക്കിത് വെന്തോന്ന് നോക്കാനായിട്ട് ഒരു കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. കത്തി ഇവിടെ ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കേക്കുകളൊക്കെ ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. കയ്യിലൊന്നും ഒട്ടുന്നൊന്നുമില്ല. ഇനി നമുക്കിതിന് ഇതുപോലെ ഒന്ന് ഷേക്ക് ചെയ്ത ശേഷം അങ്ങനെ കയ്യിൽ തന്നെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ കേക്ക് അങ്ങനെ വിട്ട് വന്നോളും. നല്ല സോഫ്റ്റായിട്ടുള്ളൊരു കേക്കാണിത്. ഇനി നമുക്കതിനെ കുറച്ച് ചോക്ലേറ്റ് കേൾസ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് അലങ്കരിച്ച് കൊടുക്കാം. അത്രയേ ഉള്ളൂ. നമ്മുടെ കുട്ടി കപ്പ് കേക്കുകൾ ഇവിടെ കഴിക്കാൻ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ? ഈ ക്രിസ്മസിന് ഈ കുട്ടി കേക്കുകൾ കൂടെ പരീക്ഷിച്ച് നോക്കൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്